ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് ഒരു സെന്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെന്റൻസിൽ നിന്നും ഒരു ഡിസൈൻ അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു തംബ്നെയിൽ ആകാം, ഫ്ലയർ ആകാം, പോസ്റ്റർ ആകാം, അങ്ങനെ ഇതുപോലത്തെ ഡിസൈൻസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാം എന്നതാണ്. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. അപ്പൊ നമുക്കറിയാം നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. പ്രോംപ്റ്റുകളിൽ നിന്ന് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് ഡിസൈനർ ആണ്. ഏറ്റവും ആദ്യമേ തന്നെ നമ്മൾക്ക് ഇതിൻ്റെ ലേഔട്ട് നോക്കാം. ലേഔട്ടിൽ ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പം നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമ്മളുടെ പോസ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ഡിസൈൻ എന്തിനെ പറ്റിയാണ് എന്ന് ടൈപ്പ് ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് താഴെ ആഡ് ഇമേജ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ഇതുപയോഗിച്ച് നമ്മൾക്ക് നമ്മളുടെ ഇമേജസ് ഒക്കെ ആ ഒരു ഡിസൈനിൽ വരണമെന്നുണ്ടെങ്കിൽ അതൊക്കെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി ജനറേറ്റ് ഇമേജ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഡാലി 2.5 ഉപയോഗിച്ച് ഓപ്പൺ എയുടെ ഡാലി 2.5 ഉപയോഗിച്ച് നമുക്ക് ഒരു ഡിസ്ക്രിപ്ഷനിൽ നിന്നും ഇമേജസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ജനറേറ്റ് ഇമേജ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. താഴെ നമ്മൾക്ക് ഒരു ബ്ലാങ്ക് ക്യാൻവാസിൽ നിന്നും നമുക്ക് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി റൈറ്റ് സൈഡിലോട്ട് വരുമ്പോഴത്തേനും ട്രൈ എ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കതാ ഇവിടെ കുറെ പോസ്റ്ററുകൾ അല്ലെങ്കിൽ ഡിസൈൻ ഒക്കെ കാണാൻ സാധിക്കും. ഈ ഒരു ഡിസൈൻസ് ഒക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തെടുത്തത്, അതിൻ്റെ പ്രോംപ്റ്റ് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജനറേറ്റ് ഇമേജ് ഫീച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. ജനറേറ്റ് ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് വേണ്ട ആ ഒരു ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഫിഷ് ഐ ലെൻസിലൂടെ നമുക്ക് ആ ഒരു പൂച്ച ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ആ ഒരു പിക്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു പിക്ചറിനെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ഡിസൈൻസിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഡിസൈനിനകത്ത് യൂസ് ചെയ്യാൻ സാധിക്കും. എയ്റോപ്ലെയിൻ ഫ്ലൈയിങ് ഇൻ ദ എയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുശേഷം വൈഡ് ആംഗിൾ അല്ലെങ്കിൽ ആസ് ആനിമേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ജസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ഗോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു രീതിയിലുള്ള ഇമേജസ് നമ്മൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ആ ഒരു ആനിമേ സ്റ്റൈലിൽ നമുക്കത് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി തുടങ്ങുന്നത്. അതെ, നമ്മൾ പ്രോംപ്റ്റിൽ നിന്നും നമ്മൾ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്കിത് ചെയ്യാനായിട്ട് നമ്മൾക്കിതാ ഇവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കൊടുക്കാൻ പോകുന്ന പ്രോംപ്റ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോംപ്റ്റ് ആണ്. ആൻഡ് ഇൻസ്റ്റാഗ്രാം ആഡ് ഫോർ ആൽഫിൻ എയർലൈൻസ്. ഇവിടെ ആൽഫിൻ എയർലൈൻസ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേറെ എന്തും ടൈപ്പ് ചെയ്യാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഫോർ എ ക്ലോത്തിങ് സ്റ്റോർ എന്ന് വേണമെങ്കിൽ ക്ലോത്തിങ് സ്റ്റോർ എന്നാക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ആകാൻ സാധിക്കുന്നതാണ്. സോ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത് ആൽഫിൻ എയർലൈൻസ് തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജ് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫ്രം യുവർ ഫോൺ, ഫ്രം ദിസ് ഡിവൈസ്, മൈ മീഡിയ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതി വഴി നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ് ഈ ഒരു പോസ്റ്ററിനായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഫ്രം ദിസ് ഡിവൈസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പിക്ചർ ഈ ഒരു പിക്ചറാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആൽഫിൻ എയർലൈൻസ് എന്ന്. ഞാൻ ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ആ ഒരു പിക്ചർ വന്നിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമുക്ക് ജനറേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നിമിഷ നേരങ്ങൾക്കുള്ളിൽ നമുക്ക് ആ ഒരു ഡിസൈൻ വരുന്നതാണ്. നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. സോ നമുക്ക് നമ്മുടെ ആൽഫിൻ എയർലൈൻസിൻ്റെ ആ ഒരു പോസ്റ്റർ വെച്ചുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ആ ഒരു ഇമേജ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് കുറേ പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എല്ലാം കാണാൻ സാധിക്കും. ആ ഒരു റേഷ്യോ വന്നിരിക്കുന്നത് സ്ക്വയർ ആണ്. നമുക്കിതിനെ മാറ്റി ഒരു 16:9 ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ലാൻഡ്സ്കേപ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസിൽ വരിക സ്ക്വയർ ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റ്. ഞാൻ ദാ ഇവിടെ ലാൻഡ്സ്കേപ്പ് കൊടുക്കുന്നു. ഇനി നമുക്ക് ആ ഒരു ഡിസൈൻസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആ ഒരു ആഡ് 16:9 ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഇതിനകത്ത് ഒരു സ്റ്റൈല് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ജസ്റ്റ് ആ ഒരു ഡിസൈനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കസ്റ്റമൈസ് ഡിസൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക.
കസ്റ്റമൈസ് ഡിസൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് യെസ് റീപ്ലേസ് ഇറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് വീണ്ടും സൈഡിൽ ഐഡിയാസ് തന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നതാണ്. ഇപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കിത് അതുമൊക്കെ സെലക്ട് ചെയ്യാം. അൺഡു ചെയ്യാനായിട്ട് Ctrl+Z യൂസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അൺഡു എന്നതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയിട്ട്, അതായത് ഈ ഒരു ടെക്സ്റ്റിനെയൊക്കെ നമുക്ക് എടുത്തിട്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇവിടെയെന്ന് വെച്ചാൽ ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു AI ഉപയോഗിച്ച് പോസ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ നേരത്തെ കാണിച്ചിരുന്നു DALL-E 2.5 ഉപയോഗിച്ച് ഇമേജ് ജനറേറ്റ് ചെയ്യുന്നത്. ആ ഒരു ഇമേജിനെ അല്ലെങ്കിൽ ഇതുപോലത്തെ പോസ്റ്ററിനെ നമുക്ക് എഡിറ്റ് ചെയ്യാനും സാധിക്കും. വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ AI വെച്ച് ചെയ്ത ഒരു സാധനം നമുക്ക് ക്യാൻവ വെച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത സാധനം, അതായത് ഒരു ടെംപ്ലേറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ എഡിറ്റിംഗ് ചെയ്യേണ്ടി വരും. പക്ഷെ ഈ ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗം തന്നെ, അതായത് പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. സോ ഇവിടെ ഞാൻ ഇവിടെ ഫ്ലൈ വിത്ത് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനെ ഞാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസൈനൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാൻ സാധിക്കും, അല്ലെങ്കിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ സൈസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സൈസ് മാറ്റണം എന്നുണ്ടെങ്കിൽ സൈസ് മാറ്റാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. എന്താ ഇതിൻ്റെ വേറൊരു ഇതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്റ്റൈൽ കൊടുക്കാം. ഏറ്റവും ആദ്യം തന്നെ ഇവിടെ നിന്ന് നമുക്കതിനെ മാറ്റാം. ഞാൻ ഇവിടെ ആ ഒരു വേറൊരു ഫോണ്ട് യൂസ് ചെയ്യുകയാണ്. വേറൊരു ഫോണ്ട് യൂസ് ചെയ്യുന്നു, ഒന്ന് കറക്റ്റായിട്ടൊന്ന് എഡിറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇങ്ങനെ ചെയ്ത ശേഷം നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി അലൈൻ ചെയ്യാം കറക്റ്റായിട്ട്. സോ ഇങ്ങനെ നമുക്കതിനെ ഡിസൈൻ ചെയ്യാൻ സാധിക്കും. എക്സ്പീരിയൻസ് ദ ബെസ്റ്റ് ഇൻ എയർ ട്രാവൽ ഉണ്ട്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് ഡിലീറ്റ് ചെയ്യുകയാണ്. സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം ഡിലീറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് അത് പോയിട്ടുണ്ട്. നമുക്ക് ഫ്ലൈ വിത്ത് ആൽഫിൻ എയർലൈൻസ് നമുക്ക് കുറച്ചുകൂടെ മുകളിൽ കയറ്റി വെക്കാൻ സാധിക്കുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മളുടെ ആ ഒരു എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് നമ്മുടെ ഈ ഒരു ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇമേജിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഇത് വെച്ച് നമുക്ക് ഇവിടെ നിന്ന് ക്രോപ്പ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇങ്ങനെ അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനും നമുക്ക് ഈ ഒരു ഇത് വെച്ച് സാധിക്കുന്നതാണ്. ഇതിൽ എന്തെങ്കിലും എഫക്ട്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എഫക്ട്സ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് സാധിക്കും. ഏതെങ്കിലും ഒരു ഫിൽറ്റർ നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. ഇൻസ്പയർ മീ എന്നതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് അതിനൊരു വേണ്ട ഒരു ഫിൽറ്റർ അത് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിനെ കുറച്ചുകൂടെ അടിപൊളിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അതായത് എന്തോരമാണ് ബ്രൈറ്റ്നെസ് 0, കോൺട്രാസ്റ്റ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്, സാച്ചുറേഷൻ കൂട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം റീസെറ്റ് അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞതിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നേരത്തെ ഇരുന്നതിലോട്ട് തന്നെ വരുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ കുറേ ഫിൽറ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഫിൽറ്ററൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ പ്രത്യേകിച്ച് ഒരു ഫിൽറ്ററും കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇതിൻ്റെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതും ഇതിനകത്ത് തന്നെ സാധിക്കും. അല്ലാതെ വേറൊരു സൈറ്റിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരാവശ്യവുമില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ പൊസിഷന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈവൻ ഒപ്പാസിറ്റി വരെ നിങ്ങൾക്ക് കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഫുള്ളി കസ്റ്റമൈസബിൾ ആയിട്ടാണ് ഈ ഒരു മൈക്രോസോഫ്റ്റ് ഡിസൈനർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇവിടെ ആൽഫിൻ എയർലൈൻസ് ഞാനൊരു റെഡ് കളറിലോട്ട് ആക്കുകയാണ്. ഇവിടെ കളറിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം കളേഴ്സ് ഇൻ ദിസ് ഡിസൈൻ എന്ന് മാറ്റിയിട്ട് ഞാൻ കുറച്ചുകൂടെ ആ ഒരു റെഡിഷ് കളറിലോട്ട് കൊണ്ടുവരുന്നു. നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റെഡ് കളറിലോട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഇമേജസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഇമേജ് എല്ലാം നമുക്ക് ഇവിടെ നമ്മുടെ OneDriveൽ കിടപ്പുണ്ട്. ഇവിടെ നമുക്ക് ബ്രാൻഡ് കിറ്റ് ഉണ്ട്. ഈ ഒരു ബ്രാൻഡ് കിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു തീം കളേഴ്സ് ഉണ്ടെന്ന് ഓർത്തു. അതായത് നമ്മുടെ ഒരു ബ്രാൻഡിന് ഇപ്പം ആൽഫിൻ എയർലൈൻസിൻ്റെ ബ്രാൻഡിന് റെഡും വൈറ്റും ഒരു തീം കളറാണ്.
അപ്പോൾ നമ്മൾ സ്ഥിരം എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഇമേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ നേരം നമുക്ക് ബ്രാൻഡ് കിറ്റ് ഉണ്ടെങ്കിൽ അത് വളരെ സിമ്പിളായിട്ട് മാറുന്നതാണ്. ഇനി നമുക്ക് വേറെ ടെക്സ്റ്റ് ഒക്കെ കേട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻവ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഏകദേശം അതിൻ്റെ ആ ഒരു സെയിം രീതിയിലാണ് ഇവിടെയും ഉള്ളത്. ഞാൻ ദാ ഇവിടെ ഈ ഒരു ടെക്സ്റ്റ് ഉപയോഗിക്കുകയാണ്. ഈ ഒരു ടെക്സ്റ്റിൽ ഞാൻ ദാ ഇവിടെ സൈഡിലോട്ട് മാറ്റി വെച്ച ശേഷം ഞാൻ ഇതിൽ എന്തെങ്കിലും നമുക്കിവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. സോ ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് എൻജോയ് യുവർ വെക്കേഷൻ ഞാനിവിടെ കൊടുക്കുവാണ്. എൻജോയ് യുവർ വെക്കേഷൻ. അതിനുശേഷം നമുക്കിതിനെ അടിപൊളിയാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. നമുക്കിതാ ഇവിടെ നിന്ന് നമുക്ക് കളർ മാറ്റാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓർക്കുക കോൺട്രാസ്റ്റ് ഒക്കെ കറക്റ്റായിട്ട്, അതായത് ആ ഒരു ടൈമിൽ അവിടെ വയലറ്റ് കൊടുത്തെങ്കിൽ ഒട്ടും തന്നെ അത് വായിക്കാൻ പറ്റത്തില്ല. സോ ഞാൻ ദാ ഇവിടെ ആ ഒരു വൈറ്റ് കളർ കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വായിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കിതാ ഇവിടെ വിഷ്വൽസ് ഉണ്ട്. വിഷ്വൽസ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഷേപ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വീഡിയോസ് ഫോട്ടോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു വിഷ്വൽസ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇവിടെ നമുക്ക് ഓർഗാനിക് ഷേപ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഷേപ്പ്, ബ്ലോബ് ഷേപ്പ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബ്ലോബ് ഷേപ്പ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇതൊക്കെ ഫ്രീ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു ഷേപ്പ്, അതായത് ഇവിടെ ഇപ്പോൾ കുറേ എണ്ണം കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ഞാൻ ഈ ഒരു ഷേപ്പ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഓർഗാനിക് ഷേപ്പ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇനി ഞാൻ അതിനെ ഒരു വൈറ്റ് കളറിലോട്ട് കൊണ്ടുവരുന്നു. റെഡ് കളർ ഞാൻ ചൂസ് ചെയ്യുകയാണ്. ആൽഫിൻ എയർലൈൻസിൻ്റെ കളർ റെഡ് ആയതുകൊണ്ട് ഞാൻ റെഡ് കളർ ചൂസ് ചെയ്യുന്നു. ഇനി നമുക്കത് അതിനെ കറക്റ്റായിട്ട് ഒരു സൈസിലോട്ട് കൊണ്ടുവന്ന് നമുക്കതിനെ ചെറുതാക്കിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കാം. അതിനുശേഷം നമുക്കിതിനെ കറക്റ്റായിട്ട് അലൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് ഇവിടെ നമുക്ക് കുറേ ഷേപ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഷേപ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെയും ജനറേറ്റ് ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഡാലി നമുക്കത് ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നേരത്തെ അവിടെ വെച്ച് തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. ഇവിടെ വന്ന ശേഷം ഇവിടെ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ടെംപ്ലേറ്റ്സ് ആണ് ഈ ഒരു ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്താൽ കൊടുത്തിരിക്കുന്നത്. സോ ഇത്രയുമാണ് ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ ഡിസൈൻ നമുക്ക് റീനെയിം ചെയ്യാം. ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത് ആൽഫിൻ എയർലൈൻസ് എന്നാണ്. ആൽഫിൻ എയർലൈൻസ് എന്ന് ഞാൻ ഈ ഒരു പോസ്റ്ററിന് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിതാ ഇവിടെ PNG ഉണ്ട് റെക്കമെൻഡഡ് ആയിട്ടുള്ളത്, JPEG ഉണ്ട്, PDF ഉണ്ട്. ഞാൻ PNG തന്നെ ക്ലിക്ക് ചെയ്യുന്നു. മേക്ക് ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻറ്റ് ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ലഭിക്കുന്നതാണ്. ഞാൻ ദാ ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മുകളിൽ അത് ഡൗൺലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ എഡിറ്റ് ചെയ്ത് വന്ന ശേഷം നിങ്ങൾക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഐക്കണിൽ ഐഡിയാസിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ ഐഡിയാസ് ലഭിക്കുന്നതാണ്. ഇപ്പം ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് ആ ഒരു വീഡിയോ ഇടുന്നു. അപ്പോൾ നമുക്കതിനെ ഒരു ആനിമേറ്റ് ചെയ്തുള്ള രീതിയിലാണ് നമുക്കത് ആ ഒരു ഇത് കിട്ടിയിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. MP4 ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് പുതിയൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ന്യൂ ഡിസൈൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ മൈക്രോസോഫ്റ്റ് ഡിസൈനർ ഉപയോഗിച്ച് പ്രോംപ്റ്റുകളിൽ നിന്നും നമ്മൾ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ഫ്ലയർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യുക. See you in the next video. It's me, Alphin, signing out. Goodbye.